നീ എന്റെ ഗ്യാസ് ഊറ്റി മോഷിക്കുന്നോടി കള്ളി. എടാ മോനെ, അമ്മ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ ഇങ്ങോട്ട് വാ കഴിക്കാൻ. തള്ള രാവിലെ തന്നെ തുടങ്ങി. എടാ, നിനക്ക് ഇഷ്ടപ്പെട്ട സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടാക്കിയുണ്ട്, ഇങ്ങോട്ട് വാടാ, ചൂടോടെ ഇരിപ്പിട്ട് വാ, ഇവിടെ വന്ന് കഴിക്കാം. എടി, അമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും. ഓ, എന്താ വെള്ളമോറല്? അല്ല, നിങ്ങൾക്ക് ഇപ്പം ഇഡ്ഡലി കഴിക്കണോ? അല്ല, അമ്മ വിളിച്ചതല്ലേ, അതാ ഞാൻ. ചേട്ടാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി രാവിലെ ഇട്ട് കഷ്ടപ്പെട്ട് ഈ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ. നിങ്ങൾ ആ ഇഡ്ഡലി കഴിക്കാൻ പോയപ്പോൾ ഞാൻ തന്നത് പട്ടിക്കെടുത്ത് കൊടുക്കണ. അത് പിന്നെ ഇഡ്ഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതാ ഞാൻ. ഒരുമാതിരി എന്നെ നാണം കെടുത്താൽ നിൽക്കരുത് കേട്ടോ. നിങ്ങളിപ്പോൾ അമ്മയുടെ വാക്കും കേട്ടിട്ട് താഴെ പോയിട്ട് ഇഡ്ഡലി കഴിച്ചാൽ ഞാനൊരുമാതിരി ഒന്നും ഇല്ലാണ്ടായി പോവും. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ. നിങ്ങളിവിടെ കഴിച്ചാൽ മതി. മര്യാദയ്ക്ക് പോയിട്ട് അമ്മയടുത്ത് പറ, മൃദുലയുണ്ട് ഇവിടെ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിച്ചോളാന്ന് പറ. എടി, അത് മര്യാദയ്ക്ക് പറഞ്ഞു. എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല, മര്യാദയ്ക്ക് പറയാൻ നോക്കുന്നു. അമ്മ, ഇവിടെ മൃദുല പുട്ടും കടലയും ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം അമ്മ. എടാ, നിനക്ക് അതിന് പുട്ടും കടല ഇഷ്ടമല്ലല്ലോ. എടാ, അമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് വാതി ഇങ്ങോട്ട്. വേണ്ട അമ്മ, ഇത് കഴിച്ചോളാം ഞാൻ. എടാ എടാ, അവള് സമ്മതിക്കാത്തോണ്ടാണ്. എൻ്റെ മോൻ ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. അമ്മ എന്നായിട്ട് അവള് സമ്മതിക്കണില്ല. അവള് വന്ന് കയറി കുടുംബം രണ്ടാക്കി പണ്ടാരക്കാരി. ഗുഡ് ബോയ്. ചേട്ടാ, വേഗം കൈ കഴുകിയിരിക്കട്ടോ, ഞാൻ പൂട്ടെടുക്കാം. അവളുടെ ഒരു പുട്ട്. റംലേ, നീ ഇത് എവിടെ പോവാണ് ഉച്ചക്ക്? എൻ്റെ പൊന്നു ചേച്ചി, ഒന്നും പറയണ്ട, മീനൊന്നും കിട്ടിയില്ല, കറി വയ്ക്കാൻ ഒരു സാധനവും ഇല്ല. ഞാൻ വെച്ച് 4 മുട്ടയെങ്കിലും മേടിച്ചപ്പോൾ ഒരിക്കാലോ. പണിയൊക്കെ കഴിഞ്ഞാ? ഓ, എന്ത് പണി! ഇവിടെ ഇപ്പം 2 വീടല്ലേ, 2 അടുക്കള. എനിക്കും അച്ഛനുള്ളത് താഴെ, അവനും അവൾക്കും ഉള്ളത് മുകളിൽ. അയ്യോ, ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ചേച്ചിയുടെ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9-10 മാസമല്ലേ ആയുള്ളൂ, അതിന് മുമ്പ് 2 അടുക്കളയായോ? എന്നെ പറ്റിയതാ. ഇവിടെ ഈ കാര്യമൊക്കെ നാട്ടിലൊക്കെ പാട്ടാ കേട്ടോ. എന്നെ പറ്റിയത് ആദ്യമൊന്നും വലിയ കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞ് 1-2 മാസമൊക്കെ എന്ത് ഡീസൻ്റ് അവള്, ഒരു കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി. എന്തായാലും പറഞ്ഞാൽ 4 ഇങ്ങോട്ട് മുഖത്ത് അടിക്കണ പോലെയാണ് വർത്താനം പറയണത് അവള്. ഒരു അമ്മായിമാരുടെ അടുത്തൊന്നും പറയാൻ പറ്റിയ വർത്താനമല്ല അവൾ പറയണത്. എന്നാണ്ട് ഒരു ദിവസം അടുക്കളയിലൊന്നും വലിയ പണിക്കൊന്നും കൂടില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഒരു ദിവസം നോക്കണ്, ഞാൻ മറ്റേ അടുക്കള വന്ന് നോക്കുമ്പോൾ ഗ്യാസിൽ അവളെന്തോ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അവൾ മൊബൈലും കുത്തിയിട്ട് എവിടെയോ പോയി. ഞാൻ വരുമ്പോൾ വെള്ളമൊക്കെ ഫുള്ള് തിളച്ച് വറ്റി ആ പാത്രം ഓട്ടയായിട്ടിരിക്കണം. എന്ത് ബോധമുണ്ട്? ആ ദേഷ്യത്തിൽ ഞാൻ പോയിട്ട് 4 പറഞ്ഞു അവളുടെ അടുത്ത്, എന്ത് പണിയെ കാണിച്ച് നിനക്ക് ശ്രദ്ധ വേണ്ടതെന്ന്. അവളത് കേട്ട പാടി കേൾക്കാത്ത പാടി അവനെ വിളിച്ച് മോളിൽ കൊണ്ടുപോയി. എന്നിട്ട് ഏതോ പണിക്കാരെ വിളിച്ച് അവിടെ ഒരു മുറി ഉണ്ടാക്കി, അത് അടുക്കളയാക്കി. പിന്നെ അന്ന് തൊട്ട് അവിടെയായി വെപ്പും കുടിയും താമസവും ഒക്കെ. 2 അടുക്കള. അത്രയ്ക്ക് ഓടിയതാണോ അവള്? എന്റെ പൊന്നോ. നിനക്കൊന്നും അവളെ അറിയാഞ്ഞിട്ടാണ്. കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ച് കാണിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. എന്ത് വൃത്തികെട്ട സ്വഭാവം എന്നറിയാം അവള്. മുകളിൽ വെപ്പും കുടിയൊക്കെ തുടങ്ങിയ പിന്നെ എൻ്റെ മകനെ കൊണ്ട് താഴെ ഉണ്ടാക്കണ ഒരു ഭക്ഷണം അവൾ കഴിപ്പിച്ചിട്ടില്ല, സമ്മതിക്കില്ല. ഞാൻ എപ്പോൾ പറഞ്ഞാലും അവനെ കൊണ്ട് പറയിപ്പിക്കും. അവനെ പേടിപ്പിച്ച് നിർത്തിയേക്കാണ്. അവനൊരു പാവാണ്. അവളുടെ ഇങ്ങനെ ഒരു ബന്ധമല്ലേ, കല്യാണം കഴിഞ്ഞല്ലേ, ഭാര്യയല്ലേ എന്നൊക്കെ വിചാരിച്ച് അവൻ ഇങ്ങനെ ക്ഷമിച്ച് പോവാണ്. പക്ഷെ അവനിങ്ങനെ പട്ടീനെ പോലെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്ക്. അവൾ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിപ്പിക്കില്ല അവനെ കൊണ്ട്. അവന് എൻ്റെ ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ ഉണ്ടാക്കുന്ന കറിയൊക്കെ പണ്ട് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ചോറുണ്ണാനും കറി ഒഴിക്കാനും വരും അവൻ. അങ്ങനെയുള്ളൊരു മാനാണ്. അവനെ കൊണ്ട് തീറ്റിക്കില്ല അവള്. ചേച്ചി വിഷമിക്കണ്ട ചേച്ചി, ഇതൊക്കെ ശരിയാവും കുറച്ച് കഴിയുമ്പോൾ. എന്ത് ശരിയാവാൻ? ഒന്നും ആവില്ല റമില. ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, നിനക്ക് 2 ആമക്കളല്ലേ. നിൻ്റെ മക്കൾക്ക് പെണ്ണാലോചിക്കുമ്പോൾ നന്നായിട്ട് അന്വേഷിക്കുക. നല്ല കുടുംബമാണോ, നല്ല പെണ്ണിൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്, നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടേ കെട്ടിക്കാവൂ. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥയാവും നിനക്ക്. സംസാരിച്ചത് സമയം പോയെന്ന് അറിഞ്ഞില്ല. ഇക്കിപ്പോൾ കടയിൽ നിന്ന് വരുവേ, മുട്ട പൊരിക്കണം. ഞാൻ പോയി മുട്ട മേടിക്കട്ടെ കേട്ടാ. ശരി, പിന്നെ കാണാം ചേച്ചി. എടി, ഇന്നെന്താ ഉച്ചക്ക്? ഞാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടാ. എനിക്ക് ഒക്കെ ഒരു മൂഡില്ലാത്തോട്ട്. നമുക്കിന്ന് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്താലോ? എടാ മോനെ, ഇവിടെ മത്തിക്കറിയും മത്തി വറുത്തോണ്ട് ഇവിടെ വന്ന് ചോറിനാ വാ. ഓ, തൊള്ളക്ക് എന്ത് ചെവിയാണ്. നീയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, എന്നാ പിന്നെ ഞാൻ പോയി താഴെ പോയി ചോറ് കഴിക്കട്ടെ. അതൊന്നും വേണ്ട, ഞാനേ ബിരിയാണി ഉണ്ടാക്കി തരാം. ചേട്ടൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമല്ലേ, ചിക്കൻ ബിരിയാണി. മറ്റേ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ട്, ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാം കേട്ടാ. അതെ, ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക. അത് മലബാർ ചിക്കൻ ബിരിയാണി. ഇവിടെ ആർക്കും ഈ മത്തിക്കറി മത്തിച്ചാറൊന്നും വേണ്ട കേട്ടാ. അവളുടെ ഒരു ബിരിയാണി.
എടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പാടല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ഉണ്ടാക്കാം ഒറ്റയ്ക്ക്. ചേട്ടൻ റൂമിൽ പോയിരുന്നോ? എന്നാ ശരി. അപ്പൊ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഇത്തിരി വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഗ്യാസ് തീർന്നോ? അയ്യോ, വലിയ കാര്യത്തിലേക്ക് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞും പോയി. ആ തള്ള കേൾക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗ്യാസ് ഇനിയിപ്പോ എവിടെ നിന്ന് കിട്ടും? താഴെ 2 കുറ്റി ഇരിപ്പില്ലേ, ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് വരാം. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുവോ? നോക്കാം. എടി, നീ എന്റെ ഗ്യാസ് ഊറ്റി മോഷിക്കുന്നോടി കള്ളി. എന്നെ കള്ളിയൊന്നും വിളിക്കണ്ട. ഞാനേ ഇവിടെ ഗ്യാസ് ഊറ്റി കക്കാവുന്നൊന്നുമല്ല. മുകളിലിരുന്നപ്പോൾ ഗ്യാസിൻ്റെ മണം വന്നു. അപ്പോൾ ഇവിടെ ഒന്നും പറ്റണ്ടല്ലോ എന്ന് ചോദിച്ചാൽ നോക്കാൻ വന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒരു മണവും വരുന്നില്ല. ഇതേണ്ടോ, ഞാൻ കുറ്റി ഓഫ് ചെയ്തിട്ടാണ് പോയത്. അവള് മനഃപൂർവ്വം ഓരോ കാരണം പറഞ്ഞതിൻ്റെ കുറ്റി മോഷ്ടിക്കുന്നില്ലടി കൊള്ളി. ഞാൻ പറഞ്ഞു ഞാൻ കക്കാൻ വന്നതല്ലാന്ന്. ഇനിയിപ്പോൾ അഥവാ ഞാൻ കുറ്റി എടുത്തെന്നിരിക്കട്ടെ, ഇവിടെ 2 കുറ്റിയില്ലേ. ഈ പ്രാവശ്യം ഗ്യാസ് കുറ്റി നിറച്ചത് ആരാ? എൻ്റെ ഭർത്താവാ. അതുകൊണ്ട് എനിക്കിപ്പോൾ കുറ്റി എടുത്തെന്ന് വെച്ചപ്പോൾ അത്ര തെറ്റൊന്നും ഇല്ല. നീ കൂടുതൽ വർത്തമാനം പറയല്ലേ. നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ മകനടി. ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ. അവൻ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ഗ്യാസ് കുറ്റി നിറച്ചാൽ അതിൽ അവകാശം എനിക്കുണ്ടടി. നീ അതും ഇതും ഒക്കെ പറഞ്ഞ് ഈ വീട് 2 ആക്കിയില്ലേ, 2 അടുക്കളയും. അപ്പം ഈ അടുക്കളയിൽ എന്ത് സാധനം നീ എടുത്താൽ അത് മോഷണം തന്നെയാണ് കൊള്ളി. അവൾ ഓരോ കാരണം പറഞ്ഞ് ഗ്യാസ് കുറ്റി മോഷ്ടിക്കാൻ വന്നു. നാണം ഉണ്ടാടി. നിന്റെ അടുക്കള ഞാൻ എന്തിനെങ്കിലും കയറുന്നുണ്ടോടി? ഒന്ന് പോതല്ലേ നിങ്ങളുടെ ഒരു ഗ്യാസ് കുറ്റി. എനിക്കൊന്നും വേണ്ട. കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് എൻ്റെ കുറ്റി പോയില്ല. നാണം കെട്ടവള്. ഞാൻ കാണാണ്ട് കുറ്റി ഇട്ടോണ്ട് പോയേനെ. പോയി ചോദിക്കാൻ പറ്റുമോ? എന്തേലും പറയാൻ പറ്റുമായിരുന്നോ? ഞാനില്ലാത്ത സമയം നോക്കി അവള് കറക്റ്റ് കാക്ക വന്നേക്കുന്നു. കുറ്റിയേ. അയ്യോ, എൻ്റെ ഗ്യാസ് തീർന്നോ? ദൈവമേ. എന്നും ബുക്ക് ചെയ്ത 40-45 ദിവസം കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. എന്നാ ചെയ്യും? ദൈവമേ, അച്ഛനാണെ എപ്പോഴും ചുമയാ. അതുകൊണ്ട് അടുപ്പിലിട്ട് കത്തിക്കാനും പറ്റില്ല. പോകാന്നും പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ദൈവമേ, ഇനി എന്നാ ചെയ്യും? എന്താടി, എന്ത് പറ്റി? ബിരിയാണി റെഡിയായോ? അല്ല, അത് പിന്നെ ഗ്യാസ് തീർന്നു പോയി. താഴെ 2 കുറ്റി ഉണ്ടല്ലോ. അപ്പം ഞാൻ പോയി ഒരു കുറ്റി എടുക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് പോയപ്പോൾ അമ്മ കള്ളിന്നും പറഞ്ഞ് എന്നെ ഓടിച്ചു. ചീത്ത പറഞ്ഞ് ഓടിച്ചു കേട്ടാ. ബെസ്റ്റ്. ഇത്രയും നാളും ഉണ്ടായിരുന്ന അമ്മയുടെ അടുക്കള കയറിയിട്ട് ഗ്യാസ് എടുക്കാൻ നോക്കി നിന്നെ കള്ളിന്നല്ലേ, പിന്നെ എന്താ വിളിക്കണ്ടേ? ബിരിയാണി ഉണ്ടാക്കാന്നും പറഞ്ഞ് ഏറ്റും പോയി. അമ്മ അത് കേട്ടതാ. ഞാൻ നാണം കണ്ടല്ലോ എന്ന് വിചാരിച്ചൊരു ആവേശത്തിന് പറ്റിപ്പോയതാണ്. ഞാൻ താഴേന്ന് കയറി വന്നപ്പോൾ അമ്മയെ കണ്ടിരുന്നു. അമ്മയുടെ ഗ്യാസും തീർന്നിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരായ സ്ഥിതിക്ക് ഞാൻ ഒരു ഐഡിയ പറയാം. ഞാൻ ഒരു ഇൻഡക്ഷൻ മേടിച്ചു തരാം. പക്ഷെ മേടിച്ച അന്ന് തൊട്ട് ഇവിടെ 2 അടുക്കള പറ്റത്തില്ല. ഒറ്റ അടുക്കളയാണെങ്കിൽ ഞാൻ മേടിക്കാം. ഞാൻ പറയുന്നത് ശരിക്കും കേട്ടോ. ഗ്യാസിനൊക്കെ പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അമ്മയുടെ വാശി കാരണം ഈ വീട് 2ആയി. ഇതിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഞാനും. എനിക്ക് മടുത്ത്. മര്യാദയ്ക്ക് 2 പേരും ഒത്തുപോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഒരു ഇൻഡക്ഷൻ മേടിച്ചു തരാം. അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ പട്ടിണി എടുക്കാം. ഇനിയിപ്പോൾ ഞാനായിട്ട് വാശി പിടിച്ചിട്ട് എന്ത് കാര്യം? ചേട്ടനാണെങ്കിൽ സമ്മതിക്കൂല. എന്നാലും ഞാൻ തന്നെ താന്നു പോവാം. അമ്മയുടെ പോയി നോക്കാം. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ മാറുന്നവരെ ഇങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കാം. തട വായിലിരിക്കണമൊക്കെ കേൾക്കണമല്ലോ ദൈവമേ. അമ്മ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഈ 2 അടുക്കള എന്നുള്ള പരിപാടി അങ്ങ് നിർത്തിയാലോ? എന്തു പറ്റും ഇങ്ങനെ മാറി ചിന്തിക്കാൻ? അത് പിന്നെ എന്തായാലും ഇപ്പം നമ്മൾ തുല്യ ദുഃഖിതരാണല്ലോ. 2 പേരുടെയും ഗ്യാസ് തീർന്നു. കിട്ടാനും വഴിയില്ല. നമ്മളിങ്ങനെ വാശിയും വൈരാഗ്യം വെച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ നമ്മളൊരു വീടല്ലേ. അമ്മയുടെ മകൻ്റെ ഭാര്യയല്ലേ ഞാൻ. എനിക്ക് എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയല്ലേ അമ്മ. അപ്പം എന്തിനാ ഇങ്ങനെ വാശിയും വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട്? നമുക്ക് ഈ 2 അടുക്കള എന്നുള്ള പരിപാടി തീർത്താം. എങ്ങനെയാകുമ്പോൾ ചേട്ടനൊരു ഇൻഡക്ഷൻ കുക്കർ മേടിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്.
നീയായിട്ട് വന്നതല്ലേ, ഇനിയിപ്പോൾ ഞാനായിട്ട് മസിൽ പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്നാ കാര്യം? കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഞാനും കുറേയൊക്കെ നിന്നെ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്, അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട കേട്ടോ. അതൊന്നും സാരമില്ലമ്മ, എൻ്റെ വായങ്ങ അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്, വിട്ടേക്ക്, ക്ഷമിക്ക് അല്ലേ. ഓ ഇപ്പോഴാ ഒരു സമാധാനമായി. ഓ ഇൻഡക്ഷൻ കിട്ടുമല്ലോ. ചിരിച്ചോ ചിരിച്ചോ, എൻ്റെ സ്വഭാവം കാണാതിരിക്കുന്നുള്ളു. ഈ ഗ്യാസിൻ്റെ പ്രതിസന്ധി ഒന്ന് തീരട്ടെ, തള്ളയെ ശരിയാക്കി തരാം ഞാൻ.